മക്കൾ നീതി മയ്യം നേതാവ് കമൽഹാസൻ രാജ്യസഭയിലേക്ക്. കമൽഹാസനുമായി DMK മന്ത്രി ചർച്ച നടത്തി. ജൂലൈയിൽ ഒഴിവ് വരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 1 മക്കൾ നീതി മയ്യത്തിന് നൽകുമെന്ന് അറിയിച്ചതായാണ് സൂചന. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഏത് തരത്തിലേക്ക് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കൂടുതലായി അറിയാൻ കഴിയുന്നത് എന്താണ്? അനുജ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് വ്യക്തമായിരുന്നു. കാരണം മക്കൾ നീതി മയ്യം എന്ന പാർട്ടി രൂപീകരിക്കുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ മത്സരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തന്നെ തോൽവി വഴങ്ങേണ്ടി വരുന്നു. ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് കമൽഹാസൻ സ്വീകരിച്ചത്. ആ നിലപാടിന്റെ ഭാഗമായി അദ്ദേഹം ലോക്സഭാ സീറ്റുകളിലുടനീളം ക്യാമ്പയിൻ നടത്തുകയും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അന്ന് കോൺഗ്രസിന്റെ കൈവശമുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ കമൽഹാസൻ മത്സരിക്കും എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ലോക്സഭയിലേക്ക് പോകാൻ കമൽഹാസൻ തയ്യാറായില്ല. അപ്പോഴാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഈ DMK സഖ്യത്തിനുള്ളിൽ തന്നെ ഒരു നീക്കുപോക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു ധാരണയിലെത്തിയിരുന്നു കമൽഹാസനെ രാജ്യസഭയിലേക്ക് എത്തിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജൂലൈയോടുകൂടി 6 രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും. അതിൽ 4 എണ്ണത്തിൽ ഉറപ്പായിട്ടും DMK സഖ്യം വിജയിക്കും. അതിലൊരു സീറ്റിൽ നിന്ന് കമൽഹാസനെ രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ MK സ്റ്റാലിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മന്ത്രി ശേഖർ ബാബു ആണ് കമൽഹാസനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അദ്ദേഹം ചെന്നൈയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയത്. അതിന് പിന്നാലെ തന്നെ ശേഖർ ബാബു ഈ കമൽഹാസനെ സന്ദർശിച്ചു. കാര്യങ്ങളൊക്കെ ഏതാണ്ട് സംസാരിച്ച് ഉറപ്പിച്ച് കഴിയുകയും ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജൂലൈയോടുകൂടി കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അനുജ, ശരി, മക്കൾ നീതി മയ്യം നേതാവ് കമൽഹാസൻ പാർലമെന്റിലേക്ക് എത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിലേക്ക് അദ്ദേഹം എത്തും. DMK മന്ത്രി, അതും സ്റ്റാലിന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകിയത്.